ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ പരിചയപ്പെടുന്ന പുതിയൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അതായത് ഡെനക്സിൻ്റെ ഒരു പുതിയൊരു ഹൈഫൈ സ്റ്റീരിയോ ആംപ്ലിഫയർ ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സോണിയുടെ ഒരു ഡെക്കിലൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെയും റിവ്യൂ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട് പാനൽ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു ഡെനക്സിൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്, പിന്നെ ഒരു മാസ്റ്റർ കൺട്രോൾ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ടോൺ കൺട്രോളും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു D-Tecൻ്റെ ഒരു ടോൺ കൺട്രോളും കൂടെ നമ്മൾ ഈ റിമോട്ട് കിറ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണെങ്കിൽ പോലും ഒരു സബിനും കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു സബിൻ്റെ ഒരു കൺട്രോളും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മൈക്ക് ഇൻപുട്ടും കൂടെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈനിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്ക് സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഡിസ്പ്ലേ നല്ലൊരു OLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാനും, അതായത് ARCയും ഓപ്റ്റിക്കൽ, ബ്ലൂടൂത്ത്, ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോയാക്സിൻ ഇൻപുട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് ഇതിൻ്റെ ഒരു സ്റ്റീരിയോ ഇൻപുട്ട് കാണാം. അതുപോലെ തന്നെ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ARC ഇൻപുട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു 3 ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സ്റ്റീരിയോയ്ക്കും ഒരു സബിനും വേണ്ടി ഒരു ഫ്യൂച്ചർ നമ്മൾ സബ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനെല്ലാത്തിനും നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബനാന സോക്കറ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ടൊറോഡോ ട്രാൻസ്ഫോമറാണ്. നമ്മൾ തന്നെ വൈൻഡ് ചെയ്തെടുക്കുന്ന നല്ല ഒരു ഹൈഫൈ ടൊറോഡോ ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സോപ്പ് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട്, ഡെനക്സിൻ്റെ തന്നെ ഒരു സോപ്പ് സ്റ്റാർട്ടർ. പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 4 കപ്പാസിറ്റി കൊടുത്ത് നമ്മൾ റെക്ടിഫയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന്. അതിൻ്റെ കൂടെ തന്നെ D-Tecൻ്റെ ഒരു 3-way ടോൺ ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലെടുത്തിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ മഹാരാജയുടെ ഒരു 300 RMS കിട്ടുന്ന ഒരു ബോർഡാണ്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ബോർഡായതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കാൻ തന്നെ കാരണം. അതായത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് ഈ ബോർഡിന് സർവീസ് ചെയ്തെടുക്കാം. അതായത് ഒരു പെർ ചാനലിൽ 300 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റ് നമ്മളിതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബോക്സ് എന്ന് പറയുന്ന സോണിയുടെ ഡെക്കാണ്. അതായത് ഒരു 3-way രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡെക്കിൻ്റെ ഒരു ബോക്സാണ്. നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമ്മുടെ ഈ ബോക്സിന് കിട്ടുന്നുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പല ഇതുപോലെ തന്നെ ബോക്സുകൾ അവൈലബിൾ ആണോയെന്ന്. നമ്മുടെ സ്റ്റോക്കിൽ ഇത് വന്നതാണ്, പുതിയതായിട്ട് വന്ന ഒരു ഫ്രഷ് പീസ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത് ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്കത് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഡൂവൽ സബ്വൂഫർ വരുന്ന ഒരു ഹൈഫൈ ഒരു ഡെക്കിന് വരുന്ന ഒരു ബോക്സാണ് ഇതിൻ്റെ അകത്ത്. അതായത് ഒരു ഹൈബ്രിഡ് ഡൂവൽ സബ്വൂഫറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അതും 6 ഇഞ്ചിൻ്റെ. അതുപോലെ തന്നെ മിഡ് ആണെങ്കിലും ട്രിബിൾ ആണെങ്കിലും ബേസ് ആണെങ്കിലും ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബേസ് നമ്മുടെ ഈ ബോക്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 ബോക്സായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ല, ഒരു ഫ്രഷ് പീസ് എന്ന് തന്നെ പറയാം. ഒരു പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ആംപ്ലിഫയർ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഈ ബോക്സ് സംബന്ധമായിട്ടും വരുന്നത്. നല്ലൊരു പക്ക ക്വാളിറ്റി ഔട്ട്പുട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെയുള്ള റീൽസിലോ അതല്ലാതെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ്, ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റിലോ അതല്ലാതെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോക്സ് നമ്മളോട് പലപ്പോഴും കൊറിയറായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയായിട്ടാണെങ്കിലും ബോക്സ് തനിച്ചായിട്ടാണെങ്കിലും നമ്മളിത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.